ബലാത്സംഗത്തിനുള്ള ആഹ്വാനവുമായി ബി.ജെ.പി. പ്രാദേശിക നേതാവ്. സമൂഹ മാധ്യമത്തിലെ ലൈംഗികാരോപണത്തിന് പിന്നാലെ കോഴിക്കോട് സ്വദേശി ജീവനൊടുക്കിയതിലാണ് ആഹ്വാനം. വീഡിയോ ചിത്രീകരിക്കുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണമെന്നാണ് തൊടുപുഴ സ്വദേശി അജയ് ബി മാരാർ പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായിരുന്നു ഇയാൾ എന്നുകൂടി ഓർക്കണം. മാനസികമായി താങ്ങാൻ പറ്റില്ലാത്ത, മനസ്സിന് വലിപ്പമില്ലാത്ത ആളുകളോട് മാത്രമായിട്ടാണ് എനിക്കിത് പറയാനുള്ളത്. ഇത്തരം ദുരനുഭവങ്ങൾ ഇനിയും ആണുങ്ങൾക്ക് പലതും നേരിടേണ്ടി വരും. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്തായാലും ഇങ്ങനെ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അനാവശ്യമായി ഇങ്ങനെ ഒരു നാണം കെടുത്താൻ ഒരു ശ്രമം നടന്നു കഴിഞ്ഞാൽ, മരിക്കണമെന്ന് തോന്നി നമ്മൾ ഉറപ്പിച്ച് പിന്നെ നാണം കെട്ടു മരിക്കണമെന്ന് തോന്നിയാൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ രാഹുൽ സുരേഷാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഹുൽ, വെറും വിവാദ പരാമർശം എന്ന് പറഞ്ഞാൽ പോരാ, അത്യന്തം ഹീനമായ രീതിയിലാണ് ഈ ബി.ജെ.പിയുടെ നേതാവ് പ്രതികരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വിനീത, യുവതി വീഡിയോ ചിത്രീകരിച്ചതിന് പിന്നാലെ കോഴിക്കോട് സ്വദേശിയായ ദീപക് ആത്മഹത്യ ചെയ്തിരുന്നു. ദീപകിനെ പിന്തുണച്ചുകൊണ്ടും അല്ലാതെയും നിരവധി പ്രതികരണങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ദീപകിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടും ബലാത്സംഗം ചെയ്യണമെന്ന ആഹ്വാനവുമായി ബി.ജെ.പിയുടെ പ്രാദേശിക നേതാവ് രംഗത്തെത്തിയിരിക്കുന്നത്. വീഡിയോ ചിത്രീകരിക്കുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണമെന്നാണ് ബി.ജെ.പിയുടെ പ്രാദേശിക നേതാവായിട്ടുള്ള അജയ് വി മാരാർ പറയുന്നത്. ഇയാൾ തൊടുപുഴ സ്വദേശി കൂടിയാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായിക്കൊണ്ട് തൊടുപുഴ നഗരസഭ 5-ാം വാർഡിൽ മത്സരിക്കുകയും തോൽക്കുകയും ചെയ്ത വ്യക്തി കൂടിയാണ്. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ്: തെറ്റ് ചെയ്ത് ജയിലിലെത്തിയാലും സർക്കാർ പൈസ തരും, 4 നേരം ഭക്ഷണവും കിട്ടും, പിന്നെ കുറ്റം ചെയ്യാൻ എന്തിനാണ് മടിക്കുന്നത് എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഈ അജയ് എന്ന് പറയുന്ന ആള് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ്. കഴിഞ്ഞ ദിവസമാണ് സമൂഹ മാധ്യമത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ വളരെ മോശമായ രീതിയിൽ ഒരു വീഡിയോ പങ്കുവെക്കുകയും ചെയ്തിരിക്കുന്നത്. വിനീത, അത്യന്തം മ്ലേച്ഛമായ ഒരു പരാമർശമാണ് നടത്തിയിരിക്കുന്നത്. സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഏതായാലും പോലീസ് കേസെടുക്കും ഈ വിഷയത്തിൽ നിന്ന് നമുക്ക് കരുതാം. രാഹുലാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരിച്ചെത്താം.